ഇന്ന് 35-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിക്കുന്നത്. ത്വം സുഗ്രീവാംഗദാദിപ്രബല കപിജമൂചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരീന്ദ്രാനുജാ ശ്രീയമാണഃ തത്പ്രോക്തം ശത്രുവാർത്തം രഹസി നിശമയൻ പ്രാർത്ഥനാവാർത്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുരധിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. സീതാദേവി ലങ്കയിലുണ്ടെന്ന് അറിഞ്ഞ ശ്രീരാമൻ ലങ്കയിലേക്ക് യാത്ര തിരിച്ചു. സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയ മഹാപരാക്രമികളായ വാനരശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലുള്ള വാനരസേന ഭഗവാനെ അനുഗമിച്ചു. ആ സേന ഭൂമണ്ഡലമാകെ വ്യാപിക്കത്തക്കവണ്ണം വലിപ്പമുള്ളതായിരുന്നു. വളരെ വലിയ സേനയാണ്. സേനയോടൊപ്പം ശ്രീരാമൻ സമുദ്രതീരത്തെത്തി. രാവണൻ ലങ്കയിൽ നിന്ന് പുറത്താക്കിയ അനുജൻ വിഭീഷണൻ രാമനെ വന്നു കണ്ട് ആശ്രയം തേടി. വിഭീഷണൻ രഹസ്യമായി രാവണന്റെ ബലഹീനതകളും ബലവീര്യ വേഗാദികളും ശ്രീരാമൻ ധരിപ്പിച്ചു. വാനരസേനയ്ക്ക് സമുദ്രം കടക്കുന്നതിന് വഴി തരണമെന്ന് ശ്രീരാമൻ വരുണനോട്, സമുദ്രത്തിൻ്റെ ദേവത വരുണനോട് പ്രാർത്ഥിച്ചു. വരുണൻ കനിഞ്ഞില്ല. തൻ്റെ പ്രാർത്ഥന പാഴായിപ്പോയപ്പോൾ കോപിഷ്ഠനായ ശ്രീരാമൻ സമുദ്രത്തെ വഞ്ചിച്ചു കളയാൻ പോകുന്ന ആഗ്നേയാസ്ത്രം വില്ലിൽ തൊടുത്തു. അതിൻ്റെ തേജസ് കൊണ്ട് വരുണൻ ഭയന്ന് വിറച്ചു. വരുണൻ പെട്ടെന്ന് തന്നെ ശ്രീരാമന്റെ മുമ്പിൽ വന്നു നിന്ന് അഭയം പ്രാപിക്കുകയും സമുദ്ര മധ്യത്തിലൂടെ സേതു ബന്ധിക്കുവാൻ, അണക്കെട്ട് ബന്ധിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു. ത്വം സുഗ്രീവാംഗദാദിപ്രബല കപിജമൂചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരീന്ദ്രാനുജാ ശ്രീയമാണഃ തത്പ്രോക്തം ശത്രുവാർത്തം രഹസി നിശമയൻ പ്രാർത്ഥനാവാർത്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുരധിഗിരാ ലബ്ധവാൻ മധ്യമാർഗം.